നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നയിക്കുന്ന LDF ഇരിങ്ങാലക്കുട നിയോജക മണ്ഡല വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. കാട്ടൂരിൽ നിന്നും ആരംഭിച്ച രണ്ടാം ദിവസത്തെ പര്യടനം കാറളം, കിഴുത്താണി, നടവരമ്പ്, കല്ലേറ്റുകര, ആളൂർ, കൊമ്പിടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തിരുത്തിപ്പറമ്പിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, വൈസ് ക്യാപ്റ്റൻ NK ഉദയ് പ്രകാശ്, മാനേജർ ഉല്ലാസ് കളക്കാട്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, KK ശിവൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും മുൻനിർത്തി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പരിപാടികളുടെയും വിശദാംശങ്ങൾ ജനസമക്ഷം അക്കമിട്ട് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയിലെ വികസന പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ നടപടികളും സവിസ്തരം വിശദീകരിച്ചുകൊണ്ട് മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക്, ഏറ്റവും അധികം സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങുന്ന മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ളത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം, എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ഉറപ്പിച്ചെടുത്തുകൊണ്ടാണ് നാടിൻ്റെ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ വഴികളിൽ വിപ്ലവകരമായ ഒരു വേലിയേറ്റം തന്നെ ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത്. കുത്തഴിഞ്ഞ ആരോഗ്യരംഗത്തിനെതിരെയും അതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിനെതിരെയും യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ MR ഷാജു, വിപിൻ വെള്ളയത്ത്, സുബീഷ് കാക്കനാടൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ, വിനു ആന്റണി, അജയ് മേനോൻ, അജീഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ ജസ്റ്റിൻ ജോൺ, ജോമോൻ മാണാത്ത്, ശരത് ദാസ്, ഷാൽബിൻ പെരേര, സനൽ AS, സഞ്ജയ് ബാബു, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ്, ജില്ലാ ഭാരവാഹി ഗിഫ്സൺ ബിജു എന്നിവർ പ്രസംഗിച്ചു. വെറുതെ ഒരു കരിങ്കൊടി വീശിയതിന്റെ പേര് നേരത്തെ സംസാരിച്ചതുപോലെ കരിങ്കൊടി വീശിയ കാറ്റുകൊണ്ട് കഴുത്തിന് ഉളുക്ക് വന്ന് ചതവ് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഗതികേട് കേരളത്തിൽ ഇന്നേ വരെ ഒരു മന്ത്രിക്കെന്നല്ല, ഒരു സാധാരണ പ്രവർത്തകർക്ക് പോലും, സാധാരണ ജനങ്ങൾക്ക് പോലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് അവർ ആശുപത്രിയിൽ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം കരുതിയത് 2 ദിവസം കഴിഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു എയർ ആംബുലൻസ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പിണറായി വിജയൻ പോകുന്നത് പോലെ അമേരിക്കയിലേക്ക് മാറ്റപ്പെടും എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത്. അത്രയ്ക്ക് ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. സർക്കാർ ആശുപത്രിയിൽ കിടന്ന സർക്കാർ ആശുപത്രി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. പക്ഷെ ആ മന്ത്രിയെ അപ്പോൾ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. CPM-കാർ നിയന്ത്രിക്കുന്ന, CPM-കാരുടെ മാനേജ്മെന്റ് നടത്തുന്ന, അവരുടെ ഭരണസമിതി നടത്തുന്ന പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നു. നമ്മളെല്ലാവരും നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യരംഗത്ത്
സർക്കാർ ആശുപത്രികളിൽ നമ്മളെല്ലാവരും പോയി സുഖചികിത്സ നേടി പോരുന്നു എന്ന് അവരവകാശപ്പെടുന്ന ആ സർക്കാർ ആശുപത്രിയിലേക്ക് എടുക്കാൻ വീണ ജോർജിന് പറ്റിയില്ല. സ്വാഭാവികമായി വീണ ജോർജ് ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആശുപത്രികളിൽ ഇവിടെ സേവനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താതെ കണ്ട് ഇവിടുത്തെ ആശുപത്രികളെല്ലാം മോശമായതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ പോയി ചികിത്സ തേടുന്നത്. ഇരിങ്ങാലക്കുട MLA ഡോക്ടർ ആർ ബിന്ദുവിന്റെയും LDFന്റെയും വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ NDA ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ച ധർണ OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച ധർണയിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് AR ജയചന്ദ്രൻ, BJP സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം, ജില്ലാ ഭാരവാഹികളായ ലോചനൻ അമ്പാട്ട്, അഖിലാഷ് വിശ്വനാഥൻ, ആളൂർ മണ്ഡലം പ്രസിഡന്റ് PS സുബീഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് അയ്യർ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ മൊത്തം വികസന മുരടിപ്പാണെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ വരുമ്പോൾ വികസനം പോയിട്ട് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന എല്ലാം ഇരിങ്ങാലക്കുടയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഇരിങ്ങാലക്കുട ടൗണിനെ കൊണ്ടെത്തിച്ചു എന്നാണ് ഇവിടുത്തെ MLA ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ലോക തീർത്ഥാടനത്തിന്റെ മാപ്പിൽ ഇടം പിടിക്കേണ്ട ഈ ഇരിങ്ങാലക്കുടയും കൂടൽമാണിക്യ ക്ഷേത്രവും ഈ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ MLAയും കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്കൂടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ക്ഷേത്രനഗരിയായി ഗുരുവായൂരും തിരുവനന്തപുരം പോലെ വലിയ ഒരു വികസനത്തിന് കുതിപ്പിലേക്ക് കയറേണ്ട ഈ നമ്മുടെ ഇരിങ്ങാലക്കുടയെ നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കുന്ന പ്രവൃത്തിയാണ് ഇവിടുത്തെ MLA ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായി. പക്ഷേ ഈ ബധിരകരണങ്ങളിൽ ഇതൊന്നും കേൾക്കുന്ന ഒരു ലക്ഷണവുമില്ല. യുവകലാ സാഹിതി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആർട്ടിസ്റ്റ് മോഹൻദാസിന്റെ ചിത്രകലാ ലോകത്തെ സുവർണ ജൂബിലിയും യുവകലാ സാഹിതി KO വിൻസെന്റ് മാസ്റ്റർ പുരസ്കാരദാന ചടങ്ങും മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സോമൻ താമരക്കുളം, K ശ്രീകുമാർ, VP അജിത് കുമാർ, അഡ്വക്കേറ്റ് EJ ബാബുരാജ്, മേരി വിജയം എന്നിവർ പ്രസംഗിച്ചു. രാധാകൃഷ്ണൻ കീഴ്ത്താണി, മഹേശ്വർ, മുൻ മുനിസിപ്പൽ കൗൺസിലർ MC രമണൻ, സന്തോഷ് കൂനൻ ആന്റണി, KO വിൻസെന്റ് മാസ്റ്റർ എന്നിവരുടെ ചിത്ര പ്രദർശനവും യുവകലാസാഹിതി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി റഷീദ് കാറളം, TS സജീവ്, സിൽവി രാധാകൃഷ്ണൻ എന്നിവരുടെ കഥകളി അരങ്ങേറ്റവും നടന്നു. ഈ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്കും നേരത്തെ രാജേഷൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുള്ള കുട്ടികളായിരിക്കുന്ന കാലത്തുള്ള ആ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച മഹാനായ ഒരു ആർട്ടിസ്റ്റാണ് ശ്രീ K മോഹൻദാസ് എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിസ്റ്റ് മോഹൻദാസ്. അദ്ദേഹത്തിനോടുള്ള ആദരവ് ഞങ്ങളുടെ ഒരു ജനറേഷൻ്റെ കൂടി ആദരവാണ്, ഞങ്ങളുടെ തലമുറയുടെ ഒരു ആദരവാണ്. ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ ഏതോ ഒരു രാജ്യത്ത് ഇപ്പോൾ ഇലക്ഷൻ നടന്നപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ എത്രമാത്രം ഈ കഥാപാത്രങ്ങളായിരിക്കുന്ന പ്രത്യേകിച്ച് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ എത്രമാത്രം സ്വാധീനിക്കും എന്നുള്ളതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വാർത്ത പത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യൂറോപ്യൻ രാജ്യത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടന്നപ്പോൾ, ശരിയായിട്ടുള്ള ഇലക്ഷൻ നടന്നപ്പോൾ അവർ കുട്ടികളെയും കൂടി വോട്ടിൽ പങ്കെടുപ്പിച്ചു. അപ്പോൾ അതിൽ പല കുട്ടികളും പ്രധാനമന്ത്രിമാരായിട്ടും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് അവർ ഔട്ട് ചെയ്ത് കൊടുത്തത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ കുട്ടികളും വോട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതെന്താണ് ഇങ്ങനെ കുട്ടികൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണോ, അല്ല കുട്ടികൾ പക്ഷേ അത് അങ്ങനെയല്ല. ആ പ്രായത്തിൽ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വീരപുരുഷന്മാരും അല്ലെങ്കിൽ അവരുടെ മോഡൽ എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. അതോടൊപ്പം രാജേഷ് പറഞ്ഞ പോലെ
ഒരു പിന്നെ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മൾ മനുഷ്യരല്ലാത്ത മറ്റ് മൃഗങ്ങളോടുള്ള സ്നേഹം നമുക്കുണ്ടാവുന്നത് ഈ പറയുന്ന ഈ കഥാപാത്രങ്ങളും നമ്മളും തമ്മിൽ സംസാരിക്കുമ്പോഴാണ്. വിമൺ ഇൻ IMA ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വാക്കത്തോൺ മുനിസിപ്പൽ മൈതാനിയിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുനിസിപ്പൽ ടൗൺഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയഗിരി, ഏഞ്ചൽ മരിയ, വിമൺ ഇൻ IMA ചെയർപേഴ്സൺ ഡോക്ടർ ഉഷാകുമാരി എന്നിവർ പ്രസംഗിച്ചു. വനിതാ ദിനം രാജ്യമെമ്പാടും സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെ പരിഹരിക്കണമെന്ന് സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് സപ്പോർട്ടീവായിട്ടാണ് ഇപ്പോൾ ഭീമ അടക്കമുള്ള സംഘടനകൾ ഇതിനു വേണ്ടി മുൻകൈയെടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവബോധം സമൂഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിന് പ്രധാന കാരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പലപ്പോഴും വിശദീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു വിഷയമുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതിന് പ്രധാന കാരണം നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കണതെന്ന് ആലോചിക്കുന്ന കാരണം കൊണ്ടേ പ്രശ്നം. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കൺസേണാണ് ഈ ആലോചിക്കുന്നത്. അവർ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ 90% പ്രശ്നങ്ങളും സ്ത്രീകളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കൂട്ടായിട്ടുള്ള സംരംഭങ്ങൾ നല്ലതാണ്. സമൂഹത്തിന് ഒരു പൊതുവെ ഒരു സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു നല്ല അവബോധം ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങളുടെ സുരക്ഷയും നിങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടാനുമുള്ള ഒരു അവസരമായിട്ട് ഇതിന് നിങ്ങൾക്ക് മാറ്റാനായിട്ട് ഇരിങ്ങാലക്കുട ചെറുതൃക്കോവിൽ ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 31-ന് കൂടൽമാണിക്യം കൊട്ടിലാക്കൽ പറമ്പിൽ സംഘടിപ്പിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം പരിപാടിയുടെ ആദ്യ വഴിപാട് കൂടൽമാണിക്യം മേൽശാന്തി പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധുസൂദന മേനോന് കൈമാറി. ക്ഷേത്ര ക്ഷേമ സമിതി സെക്രട്ടറി C. ജയശങ്കർ, ട്രഷറർ E. ജയരാമൻ, ജനറൽ കൺവീനർ പുരുഷോത്തമൻ, സേവാഭാരതി പ്രസിഡന്റ് നളിൻ മേനോൻ, ശിവദാസ് പള്ളിപ്പാട്ട്, E. ശിവരാമൻ, ഷിജു S. നായർ എന്നിവർ പ്രസംഗിച്ചു. വളരെ നാളുകളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ ക്ഷേത്ര നടപ്പുര പുനർനിർമ്മിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഭഗവാൻ തന്നെ ഒരു വഴി കണ്ടെത്തി തരികയാണ് ഉണ്ടായത്. ഇന്ന് കേരളത്തിൽ വളരെ പ്രസിദ്ധമായ നന്ദഗോവിന്ദം ഭജൻസ് ഇരിങ്ങാലക്കുടയിൽ വരികയാണ്. മെയ് 31-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ കൂടൽമാണിക്യം കൊട്ടിലാക്കൽ ഗ്രൗണ്ടിൽ നന്ദഗോവിന്ദം ഭജൻസ് ഭജന നടത്തുകയാണ്. നമുക്കറിയാം, ഇതിന് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇതിലൊക്കെ ആയിട്ട് നടത്തണം. ടിക്കറ്റ് വെച്ച് നടത്തിയാൽ മാത്രമേ വരുമാനം ഉണ്ടാകൂ.
പക്ഷേ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അത് സാധ്യമല്ലാത്തതുകൊണ്ട് ക്ഷേത്രം അത് ഫ്രീ ആയിട്ട്, എന്നാൽ വഴിപാടുകൾ എന്ന രീതിയിൽ ആളുകളിൽ നിന്നും സ്വീകരിച്ച് ഭജന കേൾക്കാനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.